അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ. തീരദേശങ്ങളിൽ സന്തോഷമുണ്ടാകട്ടെ. കറുത്തിരുണ്ട മേഘങ്ങൾ അവിടുത്തെ അകമ്പടി സേവിക്കുന്നു. അവിടുത്തെ സിംഹാസനം നീതിയും വിശുദ്ധിയുമാകുന്നു. തീജ്വാല അവിടുത്തെ വഴിതെളിക്കും. വൈരികളെ അത് ദഹിപ്പിക്കുകയും ചെയ്യും. ഇടിമിന്നൽ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി അതുകണ്ട് വിറയ്ക്കുകയും ചെയ്തു. ലോകനാഥനായ ദൈവത്തിന്റെ മുൻപിൽ മലകളെല്ലാം മെഴുകുപോലെ ഉരുകി വീണു. ആകാശം അവിടുത്തെ വിശുദ്ധി വിളിച്ചറിയിക്കുന്നു. വിജാതീയർ ആ മഹത്വത്തിന് ദൃക്സാക്ഷികളായി. വിഗ്രഹങ്ങളെയും ക്ഷുദ്രദേവരെയും സേവിക്കുന്നവർ ലജ്ജാഭരിതരായി തീരട്ടെ. ദേവദൂതന്മാർ അവിടുത്തെ ആരാധിക്കട്ടെ. കർത്താവേ, അങ്ങേ ന്യായവിധികൾ കേട്ട് യൂദായുടെ പുത്രിമാർ ആനന്ദിക്കുകയും സഹിയോൻ സന്തോഷിക്കുകയും ചെയ്യും. അങ്ങുന്ന് ഭൂമിയിൽ ഉന്നതനായ കർത്താവാകുന്നു. മറ്റു ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനുമാകുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം പാപകൃത്യങ്ങളെ വെറുക്കുന്നു. നല്ലവരെ അവിടുന്ന് കാത്തുകൊള്ളും. ദുഷ്ടരുടെ ഉപദ്രവത്തിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കും. നീതിമാന്മാർക്ക് ഒരു പ്രകാശം ഉദിച്ചു. പരമാർത്ഥ ഹൃദയർ സന്തോഷിച്ചു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകുടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവെ, ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും
നിന്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എൻ്റെ കർത്താവേ, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവ് കരുണാമയനും ദയാലുവുമാകുന്നു. ദൈവം സൃഷ്ടിച്ചു ആദിയിലാദത്തെ സ്വന്തം രൂപത്തിൽ, പിഴ ചെയ്യുകയാൽ ആദിനരൻ ശാപാതുരനായി തീർന്നപ്പോൾ, കൃപയുടെ കടലാം അഖിലേശൻ സുതനെ നൽകി രക്ഷയ്ക്കായി അവനെന്നും സ്തോത്രം പാടിയിടാം. എന്റെ തെറ്റുകളിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണമേ, പാപവിമോചകനെ. സോപ്പാ കൊണ്ടെന്നിൽ ശുദ്ധി വരുത്തണമേ, നിൻ തിരുമൈ ഉൾക്കൊണ്ടിടുവാൻ ബലിവേദിയിൽ ഞാൻ അണയുമ്പോൾ, യേശയ്യായ്ക്കെന്നേകിയ പോൽ ജീവിത ശുദ്ധി പകർന്നിടണേ. പാപത്തിൻ ഭാരം തീർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവാൽ ശക്തിവിലാസത്താൽ സ്നാപനമേറ്റവനെ, നിത്യപിതാവിൻ കൃപ നിന്നിൽ നിറയുകയാലേയൂരായിൽ, ദുഷ്ടപിശാചിൻ അടിമകളെ മോചിതരാക്കി ജയിച്ചു നീ. നിൻ കൃപയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ ഈ പ്രാർത്ഥന എന്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അധരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങ് എന്നെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല.
ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എന്റെ അഭയമാണല്ലോ. അങ്ങേ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശപഥപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ കഷ്ടപ്പെട്ടു, അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങളുടെ കാണിക്ക സ്വീകരിക്കണമേ, നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു, എങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവെ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അവനവരുടെ പാപങ്ങൾ വഹിക്കും. ഈ ലോകത്തിൽ നാഥാ നീ ചുങ്കക്കാരനു കൃപയേകി, പാപിനിയിൽ ദയ വർഷിച്ചു. രോഗാതുരരിൽ കനിവാർന്നു, ആതുരമാനസർ ഞങ്ങളെയും അലിവൊടു തൃക്കൺ പാർക്കണമേ. നിന്റെ ദാസന് ശക്തി നൽകണമേ. ഉപവാസത്താൽ മരുഭൂവിൽ ദുഷ്ടപിശാചിൻ കെണിയെല്ലാം ദൂരിതമാക്കിയ കർത്താവേ, ലോകത്തെ ഞാൻ വിജയിച്ചൻ അരുളിയ നിൻ കൃപ ഈ ധരയിൽ ധൈര്യം ഞങ്ങൾ കരുളട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മണവാളനായി വഴി തീർക്കാൻ മഹിയിൽ വന്നൊരു യോഹന്നാൻ, മിശിഹായെ കണ്ടുര ചെയ്തു. ഈ ലോകത്തിൻ പാപങ്ങൾ ചുമലിൽ താങ്ങാൻ അണയും ഇവൻ, ദൈവത്തിൻ കുഞ്ഞാടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവെ, അങ്ങേ ത്രിത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായി ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 7, 11 മുതലുള്ള വചനങ്ങൾ. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗരകവാടത്തിലെത്തിയപ്പോൾ
മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവെ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും അവരുടെ സ്വകശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരീടം നേടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും, പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്നമരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കൈവപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. മനസ്സാം വിളഭൂവിൽ നിത്യം വിത്തു വിതയ്ക്കും കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. തവ വചനം മമ ഹൃദയത്തിൽ 100 മടങ്ങു ഫലം നൽകാൻ നൽവരസേചനമേകണമേ. നാഥാ, സ്നേഹസരിത്താം നീ ജീവനിലേക്കു നയിച്ചിടും വഴിയും വാതിലുമായി നിത്യം നിന്നെ സ്വയമീ മണ്ണിൽ നീ മർത്യനു കാട്ടിത്തന്നല്ലോ. ഇനിമേൽ നിങ്ങൾ മക്കളല്ലാതെ ദാസന്മാരല്ല. നാഥൻ ജ്ഞാനസ്നാനത്താൽ മർത്യരെ മഹിയിൽ കൈക്കൊണ്ടു ദത്തവകാശസുതന്മാരായി
പാപഭരത്താലാകുലമാം മനുജാത്മാവിൻ മാലിന്യം കഴുകി വിശുദ്ധി വരുത്തും നിൻ ജ്ഞാന സ്നാനം മഹനീയം. സത്യപ്രഭയാം കർത്താവേ, സകല ജനത്തിനും അൻപോടെ പ്രഭ ചൊരിയും നിന്ദനഹായേ ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രോഗം പലവിധമേറ്റവരിൽ, വേദനയാലേ പീഡിതരിൽ, നാഥൻ കരുണാപൂരിതനായി ദുഷ്ടപിശാചിന്നടിമകളായി അലയും മർത്യർക്കവനിളയിൽ മോചനമരുളി സൗഖ്യത്തിൻ ശാന്തി കതിരൊളി വർഷിച്ചു. തളർവാദത്താൽ പീഡിതരും ചിത്താസ്വാസ്ഥ്യം വന്നവരും കർത്താവിൻ കൃപ കണ്ടെത്തി. ദൈവിക രാജ്യം വന്നെത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ നീ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ദൈവിക ശക്തിയാലല്ലാതെ ആർക്കും കഴിയാത്ത അത്ഭുതങ്ങൾ വഴി അവിടുന്ന് പാവപ്പെട്ടവർക്ക് നൽകിയ സുവിശേഷത്തിൻ്റെ പാതയിലൂടെ അനുദിനം വ്യാപരിക്കുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ ദാസനോട് നീ ചെയ്ത വാഗ്ദാനം നീ ഓർക്കണമേ. അതിലാണ് നീ എനിക്ക് പ്രത്യാശ തന്നിരിക്കുന്നത്. നിന്റെ ദാസനോട് നീ ചെയ്ത വാഗ്ദാനം നീ ഓർക്കണമേ. അതിലാണ് നീ എനിക്ക് പ്രത്യാശ തന്നിരിക്കുന്നത്. നിന്റെ വാഗ്ദാനം എനിക്ക് ജീവൻ തരുന്നു. എന്റെ കഷ്ടപ്പാടിൽ എനിക്ക് ആശ്വാസവും ഇതത്രേ. ദുഷ്ടന്മാർ എന്നെ കഠിനമായി നിന്ദിക്കുന്നു, എങ്കിലും നിന്റെ പ്രമാണത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നില്ല. നിന്റെ പൂർവകാലം മുതലുള്ള അനുശാസനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ കർത്താവേ, ഞാൻ ആശ്വാസം പ്രാപിക്കുന്നു. നിന്റെ നിയമം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം വലിയ ധാർമ്മിക രോഷം എന്നെ ഗ്രസിക്കുന്നു. എന്റെ വിപ്രവാസ ഭവനത്തിൽ നിന്റെ പ്രമാണങ്ങളായിരുന്നു എന്റെ കീർത്തനം. കർത്താവേ, ഞാൻ രാത്രിയിൽ നിന്റെ നാമം അനുസ്മരിക്കുന്നു, നിന്റെ പ്രമാണം കാക്കുകയും ചെയ്യുന്നു. നിന്റെ പ്രമാണങ്ങൾ പാലിക്കുക എന്നത് എന്റെ ലക്ഷ്യമായി തീർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങേ മഹത്വമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാർ യോസേപ്പിൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെയും മാർ ഗീവർഗീസിൻ്റെയും മറ്റു വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും
പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിലും നിന്ന് അങ്ങേ വിശുദ്ധ ശ്ലീവായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ